ഹലോ ഗായ്സ്. സോ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ദാറ്റ് ഈസ് ഈറ്റിംഗ്. കുറേ പേര് എന്നെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് കെയർ. എനിക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കഴിക്കുന്നതിൻ്റെ അല്ല, എനിക്ക് പല സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഞാനിപ്പോൾ ഈ ഒരു നൂഡിൽസിൻ്റെ ഒരു ബൈറ്റ് ഓൾറെഡി എടുത്തിട്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ചുമ്മാ ഇരിക്കുമ്പോൾ പോലും ആരെങ്കിലും ചെയ്യരുത്. ബിക്കോസ് എനിക്ക് സ്പൈസി കഴിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇത്രയും സ്പൈസ് ടോളറൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം എനിക്കിതിൻ്റെ ഒരു ബൈറ്റ് എടുത്തപ്പോഴാണ് മനസ്സിലായത്. ബിക്കോസ് ഇവിടെ ഫുള്ളുണ്ടല്ലോ നേറിയിട്ട്. ഇത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നതൊന്നുമല്ല. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാധനത്തിൻ്റെ എരിവ് സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഒരു പ്രിക്കോഷനായിട്ട് ഒരു ബോക്സ് കപ്പ് കേക്ക്സും കുറച്ച് വെള്ളവും കരുതിയിട്ടുണ്ട്. ആൻഡ് സം ടിഷ്യൂ. ഇതെൻ്റെ എല്ലാത്തിൻ്റെ ആവശ്യം എന്തായാലും എനിക്ക് വേണ്ടി വരും. ഒരു ബോക്സ് കപ്പ് കേക്കും ഞാൻ തീർക്കില്ല. മേ ബി പെട്ടെന്ന് ഈ ചുണ്ട് കൊണ്ട് വെള്ളത്തിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കപ്പ് കേക്കിലും എല്ലാം ഇങ്ങനെ മുക്കി വെച്ചാലെങ്കിൽ അതിൻ്റെ ഒരു എരിവ് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബുൾഡാക്ക് 2 times സ്പൈസി നൂഡിൽസ്. ഞാനിത് ആക്ച്വലി എന്താ പറയുക, മാഗി കഴിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ ഈ ഒരു സംഭവം കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ സംഭവം കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ ഇത് കഴിച്ചിട്ട് ഉള്ളൊരു റിവ്യൂവും കാര്യമൊക്കെ. കുറേ പേരൊക്കെ എന്താ പറയുക, ഭയങ്കര സുഖമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇത്രയും സ്പൈസി ഒന്നുമല്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാനിത് കഴിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെടാൻ പോവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് ഇതിൻ്റെ ഒരു ബൈറ്റ് പോലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം സ്ലേർപ്പ് ചെയ്താണ് ആദ്യത്തെ, അതായത് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഫുൾ സ്ലേർപ്പ് ചെയ്താണ് ഞാൻ ആദ്യത്തെ ഒരു ബൈറ്റ് എടുത്തത്. ഇനി ആ മണ്ടത്തരം ഞാൻ കാണിക്കില്ല. ഇനി ആ ബൈറ്റ് എടുക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഇങ്ങനെ റോൾ ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് നേരെ വായൻ്റെ ഉള്ളിൽ വെക്കാനാണ് എൻ്റെ പരിപാടി. സോ എന്തായാലും ഈ ഒരു പരിപാടി നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമോൺ, വേറെ ഒന്നും പറയാനില്ല. നമുക്കതിലേക്കും കടക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഇത് ഞാൻ ആക്ച്വലി നോർമലി മാഗി ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളം തിളച്ച് വരുമ്പോൾ നൂഡിൽസ് ഇടുക. എന്നിട്ട് നൂഡിൽസ് കറക്റ്റായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ഒരു 2 times സ്പൈസി ഒരു സോസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇടുക. അതിനുശേഷം ഒരു സീസണിങ് സംഭവം ഉണ്ടായിരുന്നു, അതും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. കുറച്ച് സീവീഡ് ആൻഡ് സെസമയാണെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ഞാൻ എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടി വെച്ചിട്ട് ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഈറ്റിംഗ്. ഓക്കെ, സോ ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ ഒരു വേദന എടുക്കുന്ന പോലെയൊക്കെ തോന്നും. സോ നൗ കൂടുതൽ സംസാരമൊന്നും വേണ്ട, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ രോദനം, അതായത് ഞാൻ കരയുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് റെഡിയാക്കാം. സോ ഇങ്ങനെയാണ് ഞാനൊരു സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾ കണ്ടല്ലേ, ഇറ്റ് ലുക്സ് സോ സ്പൈസി. ആൻഡ് ഞാൻ ഓൾറെഡി ഒരു ബൈറ്റ് എടുത്തു എന്ന് പറഞ്ഞില്ലേ. ദൈവമേ, ശിവനീ, സുരാജ് വെഞ്ഞാറമ്മോട് പറയുന്ന പോലെയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവും. സത്യം പറഞ്ഞാൽ നേരത്തെ സ്ലോപ്പ് ചെയ്ത് കഴിച്ചതിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ എരിയുന്നുണ്ടെങ്കിലും പതിയെ എരിയുന്നുണ്ട്. എന്നാലും നേരത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ചുണ്ടിനുള്ളിലുള്ള ഒരു എരിവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ഐ എം ജസ്റ്റ്, നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്താവുമെന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇപ്രാവശ്യം ഒരു ബിഗ് ബൈറ്റ് എടുക്കാൻ നോക്കാം. നമുക്ക് വേണ്ട,
എന്തിനാ വെറുതെ, നമുക്കൊരു ചെറിയ ബൈറ്റ് തന്നെ എടുക്കാം. പേടിയായിട്ടാ വേറൊന്നും. വെള്ളം കുടിക്കുമ്പോഴാണ് ആക്ച്വലി കുറച്ചുകൂടി ഇങ്ങനെ കത്തി വരുന്നത്. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് ട്രൈ ചെയ്യാൻ നോക്കാനാണെങ്കിൽ എന്തായാലും അയ്യോ വേണ്ട കേട്ടോ, എനിക്ക് ഈ പരിപാടി വേണ്ട. ഞാൻ നിർത്തി. കാര്യം പ്രശ്നമാവും. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, ഇറ്റ് ഇസ് ടു സ്പൈസി. വേണ്ട, ഒരാവശ്യമില്ല, വിട്ടുകളി. വല്ല മാഗിയോ ഇപ്പിയോ വല്ലതും വാങ്ങി കഴിച്ചാൽ മതി. എന്തായാലും ഒരു കപ്പ് കേക്ക് കഴിച്ച് തണുപ്പിക്കാൻ പോവാ. എനിക്ക് ആക്ച്വലി ഇവിടെയൊക്കെ ഈ സൈനസിൻ്റെ അവിടെയൊക്കെ ഒരു ലോട്ട് ബെറ്റർ. എനിക്കെൻ്റെ ചുണ്ടിൻ്റെ കളറാണ്. നിങ്ങൾ ഈ ലിപ്സ്റ്റിക്കും ലിപ് ടിൻറ്റും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്താൽ മതി. എഴുതി വെച്ചോ. ഇത് ഈ ഒരു മധുരം കഴിക്കുന്ന ടൈമിൽ മാത്രമേ അതൊന്ന് ചെറുതായിട്ട് കുറയുന്നുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു സ്പൈസിനെസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് വിഷമിച്ചെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചൊക്കെ ഇറ്റ് വാസ് ഫൺ. പക്ഷേ ഇത് ഞാൻ വീണ്ടും ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൗട്ട്ഫുൾ. ചെയ്യാൻ വഴിയില്ല. സോ ഇത് കഴിക്കാതെ ഇനി കഴിക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ഇതിൻ്റെ ഒരു സംഭവം. ചിലപ്പോൾ വേറെ ആരെങ്കിലും കഴിക്കുമ്പോൾ അവർക്കും ഇതൊരു സ്പൈസി ആയിട്ട് തോന്നത്തില്ല. എനിക്ക് പക്ഷേ ഒരു 3 ബൈറ്റിൽ തന്നെ ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഞാനിനി നാവ് കൊണ്ട് ഐസ് വാട്ടറിലോ ഐസ്ക്രീമിലൊക്കെ ഒന്ന് മുക്കി വെക്കട്ടെ. സോ ഇഫ് യു എൻജോയ്ഡ് ദി വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ബൈ.